മക്കളെ എല്ലാവർക്കും സൈലത്തിൻ്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു നമ്മളുടെ ആദ്യത്തെ ചോദ്യവിഭാഗങ്ങൾ. നിങ്ങൾ കണ്ടിട്ടില്ലേ, 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാന്ന് പറഞ്ഞിട്ട് 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ കാണാറില്ലേ? ചിലപ്പോൾ അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥമായിരിക്കാം, വിഗ്രഹരൂപമായിരിക്കാം, ചിലപ്പോൾ പ്രസ്താവന ഏത് എന്നുള്ള ചോദ്യമായിരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ 1 മാർക്കല്ലേ എന്നൊക്കെ വിചാരിച്ച് വലിയ പ്രാധാന്യമൊന്നും അതിന് കൊടുക്കാറില്ല അല്ലേ? ഈ ഓരോരോ മാർക്ക് വെച്ച് 4 മാർക്കും പോയി കഴിഞ്ഞാൽ നമ്മൾ A+ പോയില്ലേ, ഫുൾ മാർക്ക് പോയില്ലേ? അപ്പോൾ 1 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിലും 1 മാർക്കാണെങ്കിൽ പോലും എന്താണ്, നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള കുറച്ച് മാതൃകാ ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതിൻ്റെ, അല്ലെങ്കിൽ ഇത് കാണുന്നതിലൂടെ, അല്ലെങ്കിൽ ഇത് ഈ ക്ലാസ് കേൾക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഓരോ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഈ വിഗ്രഹ രൂപങ്ങളൊക്കെ ഉറപ്പായിട്ട് നമ്മളോട് ചോദിക്കും. ചിലപ്പോൾ സന്ധി ആയിരിക്കാം ചോദിക്കുന്നത്, കൂട്ടത്തിൽ പെടാത്തായിരിക്കും ചോദിക്കുന്നത്, പുതിയൊരു പദത്തിൻ്റെ അർത്ഥമായിരിക്കാം ചോദിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനിയുള്ള കുറച്ച് മണിക്കൂറുകളാണ് ഇനി നമുക്ക് മുമ്പിൽ ബാക്കിയുള്ളത്. അപ്പോൾ വിഗ്രഹ രൂപങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ സന്ധി, സമാസം, എന്തോ ആയിക്കോട്ടെ അല്ലേ? അപ്പോൾ 3 യൂണിറ്റുകളിലായിട്ട് 9ഓളം പാഠഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ കംപ്ലീറ്റ് പാഠഭാഗങ്ങളിൽ അല്ലേ നമ്മൾ റിവിഷൻ പോലെ, അല്ലെങ്കിൽ എന്താണ്, മെഗാ മാരത്തോണിലൂടെ എന്ത് ചെയ്യാൻ പോവാണ്, എല്ലാ പാഠഭാഗങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകും. പ്രധാനപ്പെട്ട ഈ 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉൾപ്പെടെ എന്താണ്, എല്ലാ ചോദ്യങ്ങളിലൂടെ എന്ത് ചെയ്യും, നമ്മൾ കടന്നു പോകും. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകളൊക്കെ കാണുക, ഇതേപോലെയുള്ള കോണ്ടന്റ് വീഡിയോസൊക്കെ കാണുക. കണ്ടാൽ മാത്രം പോരാ, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഉപകാരപ്രദമാവുന്ന ക്ലാസ്സുകൾ, കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ അതുകൂടെ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത് അല്ലേ? 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, എന്തായാലും നിധി കുംഭങ്ങളാണ് ഹിമാലയൻ തന്നതൊക്കെ. നമ്മുടെ ആദ്യത്തെ അല്ലേ പാഠഭാഗം പ്രവേശകമാണ്. അപ്പോൾ നമ്മൾ പ്രവേശകത്തും ചോദ്യം വരും, ഈ 9 പാഠം പഠിച്ചാൽ പോരെ എന്നൊക്കെയുള്ള സംശയമൊക്കെ മാറിയല്ലോ. പ്രവേശകത്തും ചോദിക്കും. പ്രവേശകം കൂടാതെ നമുക്ക് എന്താണ്, ചില അനുബന്ധ വാക്യങ്ങൾ, കഥയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെ ഒരു ലൈൻസ് തന്നിട്ട് കണ്ടിട്ടില്ലേ ടെക്സ്റ്റിൽ, അതിൽ നിന്ന് ചോദ്യങ്ങൾ വരും അല്ലേ? അപ്പോൾ എല്ലാം അതേപോലെ അനുബന്ധ പാഠങ്ങളുണ്ട്. 1ാമത്തെ യൂണിറ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അത്തരത്തിൽ ചാപ്റ്റർ കൂടാതെ ചില ഉപപാഠങ്ങൾ കൂടെ എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതൊക്കെ എന്താണ്, ചോദ്യങ്ങളാണ്. ടെക്സ്റ്റിൽ എന്തുണ്ടോ അതിനൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമ്മൾ പഠിച്ചില്ല എന്നൊന്നും പറഞ്ഞിട്ട് മാറ്റി വയ്ക്കാൻ പാടില്ല, അതൊക്കെ പഠിച്ചോളാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്തായാലും നിധി കുംഭങ്ങളാണ് ഹിമാലയൻ തന്നതൊക്കെ അല്ലേ? ഇവിടെ നിധി കുംഭം എന്ന പ്രയോഗത്തിൻ്റെ സാന്ദർഭിക അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ അർത്ഥമാണ് ചോദിച്ചത് കേട്ടോ, സാന്ദർഭിക അർത്ഥമാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ്, യാത്ര നൽകിയ കൈപ്പേറിയ അനുഭവം ആയിരിക്കോ? നിധി എന്നുകൂടെ ഒരു വാക്ക് ഇവിടെ ചേർന്നിരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നിധി കുംഭങ്ങളാണ് എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ എന്തായാലും അതാവാൻ സാധ്യതയില്ല. യാത്രയിലൂടെ നേടിയ അമൂല്യമായ ജീവിത പാഠങ്ങൾ, മേ ബി അതായിരിക്കും അല്ലെ? കാരണം എന്താണ്, അമൂല്യമായ ജീവിത പാഠങ്ങളെ കുറിച്ചാണ്. അപ്പൊ അമൂല്യമായത് എന്താണ്, നിധിയും അമൂല്യമാണ് അല്ലേ? യാത്രയിൽ ലഭിച്ച വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ, അങ്ങനെ ഒന്നിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ? യാത്രാനുഭവത്തിന്റെ കാഠിന്യം അല്ലെ, അത് നിധികുംഭം എന്നത് കൊണ്ട് സൂചിപ്പിക്കുമോ? ഇല്ല അല്ലെ? അപ്പൊ ഇവിടെ എന്തായിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളത് എഴുത്തുകാരി, എന്തായിരിക്കാം അല്ലെ? നിധികുംഭം എന്നതിലൂടെ സൂചിപ്പിക്കുന്ന എന്താണ്, യാത്രയിലൂടെ നേടിയ അമൂല്യമായ ജീവിത പാഠങ്ങളെയാണ് ഇവിടെ നിധികുംഭം എന്ന വാക്കുകൊണ്ട് എന്ത് ചെയ്യുന്നത്, സാന്ദർഭികാർത്ഥമായിട്ട് നമുക്കിവിടെ എഴുതാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ തരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവണം എന്നില്ല. അപ്പോൾ നമുക്ക് ആകെ 40 മാർക്കിലാണ് എഴുതേണ്ടത്. 1.5 മണിക്കൂറേ നമുക്ക് സമയമുള്ളൂ. അപ്പോൾ ഈ 1.5 മണിക്കൂറിൽ ഇത്രയും എഴുതുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താണ്, ടാസ്ക് മാത്രമാണ്. അപ്പോൾ പലപ്പോഴും പലരും ഇംഗ്ലീഷ് മീഡിയം പഠിച്ചു വരുന്ന ആളുകളായിരിക്കാം അല്ലെ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മലയാളം എഴുതുന്ന സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറവാണ്. മലയാളത്തിൽ അറിയാത്തത് കൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, എഴുതാത്തതുകൊണ്ട് നമുക്ക് അല്ലേ ഒരു സാധനം അറിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ നമുക്ക് A+ ഒന്നും പോവില്ല. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ എഴുതി വയ്ക്കും. പക്ഷേ മാർക്ക് പോകുന്നത് എവിടെയാണ്, ടൈം മാനേജ്മെൻറ്റിലാണ്. കാരണം നമ്മൾ ശീലമില്ല, നമുക്കത് മലയാളം വളരെ കുറവാണ് എഴുതുന്നത് അല്ലേ? ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കുകയാണെങ്കിൽ തീരെയും ആകെ മലയാളം എഴുതുന്നത് മലയാളം ക്ലാസ്സിൽ മാത്രമായിരിക്കും അല്ലേ? അപ്പോൾ ഭൂരിഭാഗം ആളുകൾ അങ്ങനെ പഠിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ടീച്ചർ പറഞ്ഞു വന്നത് ഈ 1 മാർക്കിൻ്റെ ചോദ്യം കൊണ്ട് ഇരിക്കുന്നത് കാണാറുണ്ട് പലപ്പോഴും. ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് 1ൻ്റെ ഉത്തരം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 1.25 മണിക്കൂറൊക്കെ ക്ലാസ് റൂമിൽ അല്ലെ എക്സാം ഹാളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും എഴുതാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം ഈ ഒരു 15 മിനിറ്റ് നമ്മുടെ കൂൾ ഓഫ് ടൈമിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മനസ്സിലേക്ക് അല്ലേ വായിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം,
മനസ്സിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലേ. ഇനി ആ സമയത്ത് കിട്ടിയില്ല വെച്ചാൽ എന്ത് ചെയ്യുക, ഒന്ന് നമ്പർ ഇട്ടിട്ട് ഒന്നാമത്തേൻ്റെ ഉത്തരം കിട്ടിയില്ല, അവിടെ ഒരു സ്പേസ് ഇട്ട് അവിടെ വെച്ചോളാം, ലാസ്റ്റ് എഴുതണേ. അപ്പോൾ നമ്മൾ എഴുതിയൊക്കെ വരുമ്പോൾ അല്ലേ, എല്ലാ ചോദ്യങ്ങളൊക്കെ എഴുതിയൊക്കെ വരുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി ഓർമ്മ വരേണ്ടതാണ്. പാഠപുസ്തകമൊക്കെ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓർമ്മ വരേണ്ടതാണ്. ഇല്ലെങ്കിൽ എന്താണ്, ലാസ്റ്റ് ഒരു 5 minutes ഒക്കെ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് എഴുതി വെക്കാം, ഓപ്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അല്ലാതെ അതിന് വേണ്ടി എന്ത് ചെയ്യരുത്, ആദ്യത്തെ സമയം മുഴുവൻ കളയരുത്. അങ്ങനെ ചെയ്യാറുണ്ട് കുട്ടികൾ. അത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ടീച്ചർ അത് പറഞ്ഞു തരുന്നത്. നേരിട്ട് ഒരുപാട് കുട്ടികൾ അങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കാണാറുണ്ട്. പക്ഷെ നമുക്ക് ഒട്ടും സമയം ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, ഇനി തന്നിട്ടുള്ള എന്താണ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായി വിഗ്രഹിച്ചെഴുതിയത് ഏത് എന്നുള്ള ചോദ്യമാണ്. യാത്രാ വിവരണം, യാത്രയാകുന്ന വിവരണം, മരത്തണൽ, മരത്തിന്റെ തണൽ, ദൃശ്യഭംഗി, ദൃശ്യവും ഭംഗിയോ, വിശ്വവിഖ്യാതം, വിശ്വത്തിന്റെ വിഖ്യാതം അല്ല അല്ലേ. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഇവിടെ ശരിയായി വിഗ്രഹിച്ച് എഴുതിയതാണ് ഇവിടെ ചോദിച്ചത്. ശരിയായതല്ലാതെയും ചോദിക്കാറുണ്ട് കേട്ടോ. ശരിയായി വിഗ്രഹിച്ച് എഴുതിയതല്ലാതെയും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതും എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ ശരിയായി വിഗ്രഹിച്ച് എഴുതിയതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതാണ്, മരത്തണലാണ് അല്ലെ. മരത്തിന്റെ തണലാണെന്ത്, മരത്തണൽ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്, മരത്തിന്റെ തണലാണ് മരത്തണൽ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇതേപോലെയുള്ള വിഗ്രഹ രൂപങ്ങളൊക്കെ നമുക്ക് പഠിക്കണം കേട്ടോ. ഇങ്ങനെയുള്ള ഒരുപാട് അല്ലേ, നമുക്ക് എല്ലാ പാഠഭാഗങ്ങളിലെയും നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് ചോദിച്ചാലാണ് നമുക്ക് എഴുതാൻ പറ്റായി വരും അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റാക്കി തരണം, സെറ്റാക്കി എടുക്കണം, നമുക്ക് ഉഷാറായിട്ട് പഠിക്കണം. അപ്പോൾ ടെൻഷനൊന്നും ആവണ്ട, നമ്മൾ അതൊക്കെ പഠിക്കും കേട്ടോ. അടുത്ത് നോക്കൂ, ഒരു പ്രസ്താവന ചോദ്യമാണ്. ഇപ്പോൾ ടെക്സ്റ്റ് മാറിയത് മുതൽ നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ പരിശീലിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ് മുതലേ ഉണ്ട് കേട്ടോ പ്രസ്താവന ചോദ്യങ്ങളൊക്കെ. 7ാം ക്ലാസ്സിലൊക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ പ്രസ്താവന ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പ്രസ്താവന ഇങ്ങനെയുണ്ട്, അവിടെ വരികളാണ് തന്നത്, ചിലപ്പോൾ എന്താ ഒരു പാരഗ്രാഫ് ആയിരിക്കാം അല്ലേ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ആ ചോദ്യം നമ്മൾ നന്നായി മനസ്സിലാക്കുക. ആ പ്രസ്താവന എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. നോക്കൂ നിങ്ങൾ, ഇളം കാറ്റിൽ തൂവലുകൾ മണ്ണിലേക്ക്, പറവയുടെ വഴികൾ തെളിയുന്നു. വരികളുടെ ആശയവുമായി യോജിക്കുന്ന പ്രസ്താവന ഏതെന്നാണ് 2 പ്രസ്താവനകൾ അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നോക്കൂ നിങ്ങള്, തൂവലുകൾ കൊഴിക്കുന്നത് പരിഗണിക്കാതെ പറവകൾ ലക്ഷ്യം നോക്കി പറക്കുന്നു അല്ലെ. തൂവലുകൾ കൊഴിയുന്നതൊന്നും നോക്കാതെ പറവകൾ എന്ത് ചെയ്യാണ്, അതിന്റെ ലക്ഷ്യം നോക്കി പറക്കുകയാണ്. രണ്ടാമത്തത്, പ്രതിസന്ധികളെ മറികടക്കുമ്പോഴാണ് ജീവിത വഴികൾക്ക് എന്ത് ചെയ്യുന്നത്, തെളിച്ചമുണ്ടാകുന്നത് അല്ലെ. എന്താ പറഞ്ഞത്, പ്രതിസന്ധികളെ മറികടക്കുമ്പോഴാണ് ജീവിത വഴികൾക്ക് തെളിച്ചമുണ്ടാകുന്നത് അല്ലെ. പ്രസ്താവന 1 തെറ്റ് എന്ന് പറയുന്നു ആദ്യത്തെ ഓപ്ഷനിൽ. പ്രസ്താവന 2 എന്താണ്, ശരി എന്ന് പറയാണ്. പ്രസ്താവന 2 തെറ്റ്, പ്രസ്താവന 1 ശരി. പ്രസ്താവന 1ഉം പ്രസ്താവന 2ഉം എന്താണ്, ശരി എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ പ്രസ്താവന 1 എന്താണ്, ശരിയാണ്. എന്താണ്, തൂവലുകൾ കൊഴിയുന്നത് പരിഗണിക്കാതെ പറവകൾ എന്ത് ചെയ്യുന്നു, ലക്ഷ്യം നോക്കുന്നു അല്ലെ, നോക്കി പറക്കുന്നു. കറക്റ്റാണ്. പ്രതിസന്ധികളെ മറികടക്കുമ്പോഴാണ് ജീവിത വഴികൾക്ക് എന്ത് ചെയ്യുന്നത്, തെളിച്ചമുണ്ടാകുന്നത്. അപ്പൊ ഇവിടെ ഏതാണ് ഉത്തരം വരുന്നത്? ഏതാണ് ഉത്തരം വരുന്നത്? പ്രസ്താവന 1ഉം പ്രസ്താവന 2ഉം എന്താണ്, ശരിയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് വായിക്കണം. വായിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അർത്ഥം നമുക്ക് ആദ്യം മനസ്സിലാവണം. ഓക്കെ, വരികളുടെ അർത്ഥം മനസ്സിലാവണം, പിന്നെ പ്രസ്താവന എന്താണെന്ന് മനസ്സിലാക്കണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉത്തരം എഴുതേണ്ടത് കേട്ടോ. അടുത്തത്, എന്റെ സ്വന്തം അർബാബിന്റെ വാഹനത്തിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്, മണൽക്കൂനകൾക്കിടയിലൂടെ എന്ന് പറയുന്ന നമ്മുടെ പാഠഭാഗമാണ് അല്ലെ. അപ്പോൾ കഥാസന്ദർഭത്തിൽ പ്രകടമാകുന്ന നജീബിന്റെ ചിന്ത എന്തായിരിക്കും എന്നുള്ളതാണ്. വളരെ അല്ലെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ടൂർ പോകുമല്ലോ അല്ലെ. അപ്പോൾ സ്വയം ആശ്വസിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്, നജീബ് കരുതുകയാണ് അല്ലെ. അർബാബ് നല്ല ആഹാരം നൽകിയതിലുള്ള സന്തോഷമാണോ, എന്ത് ആഹാരം, വെള്ളം പോലും കൊടുത്തിട്ടില്ല അല്ലെ. ഭാവി ശോഭനമാകും എന്നുള്ള പ്രതീക്ഷയാണോ, യാത്രാ സൗകര്യങ്ങളിലൂടെ അതൃപ്തിയാണോ, ആഡംബര വാഹനത്തിൽ സഞ്ചരിക്കുന്നതിന്റെ ആഹ്ലാദമാണോ? ഇതൊന്നും അല്ല, ഒരു പ്രതീക്ഷയാണ്. എൻ്റെ ഭാവി ശോഭനമായിരിക്കും അല്ലെ, ഞാൻ വിചാരിക്കുന്ന പോലെയൊക്കെ നടക്കുമായിരിക്കും, അർബാബ് ചതിക്കില്ലായിരിക്കും എന്നൊക്കെയുള്ള നജീബിന്റെ ഒരു പ്രതീക്ഷ മാത്രമാണ് അവിടെ കാണുന്നത് അല്ലെ. എൻ്റെ സ്വന്തം അർബാബിന്റെ വാഹനത്തിലാണ് ഒരു അല്ലേ, അങ്ങനെ ചിന്തിക്കുക, സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, പോസിറ്റീവായിട്ട് ജീവിതത്തെ കാണുകയാണ് ആര്, നജീബ്. അപ്പോൾ നമ്മൾ സിനിമയിലും എന്താണ് വളരെയധികം എന്താ പറയുക, എല്ലാത്തിനെയും അല്ലേ അതിജീവിക്കുന്ന ഒരു നജീബിനെ നമ്മൾ കണ്ടു അല്ലേ. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഒരുപാട് തവണ അദ്ദേഹം ആത്മഹത്യ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമുക്കൊരു കഥാപാത്ര നിരൂപണമൊക്കെ ചോദിക്കുന്ന സമയത്ത് നജീബിന്റെ ആ ഒരു എന്താ പറയുക പ്രതീക്ഷ അല്ലെ, പ്രതീക്ഷയോടെ ജീവിതത്തെ കണ്ടതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ജീവിതത്തിൽ തിരിച്ചു വന്നിട്ടുള്ളത് അല്ലെ, ജീവനോട് അദ്ദേഹം തിരിച്ചു വന്നിട്ടുള്ളത്, ആ പ്രതിസന്ധികളൊക്കെ മറികടന്നിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഭാവി ശോഭനമാകും എന്ന നജീബിന്റെ പ്രതീക്ഷയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു അല്ലേ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെയായിരിക്കും നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ആ ചോദ്യങ്ങൾ കൊണ്ടിരിക്കരുത് എന്നുള്ളത് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം മാക്സിമം കൂൾ ഓഫ് ടൈമിൽ എന്ത് ചെയ്യുക,
ചോദ്യങ്ങളുടെ അല്ലേ നന്നായി വായിച്ച് അല്ലെ ഉത്തരങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇനി ഏതാനും 1-2 ചോദ്യമൊക്കെ വിട്ടുപോയാലും നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഒരു 5 മിനിറ്റ്സിലേക്ക് അത് മാറ്റി വെച്ചിട്ട് പിന്നീട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. നന്നായിട്ട് വായിച്ചിട്ടാണ് നമ്മളത് എഴുതേണ്ടത് എന്ന് കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. 1 മാർക്ക് പോലും എന്താണ് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 1 മാർക്ക് പോലും നമുക്ക് മിസ്സാവാതിരിക്കാൻ അല്ലേ നമുക്ക് മെഗാ മാരത്തോണും അല്ലേ കാര്യങ്ങളൊക്കെ കണ്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായി വായിച്ച് സൂപ്പറായിട്ട് വേണം എന്ത് ചെയ്യാൻ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. എല്ലാവരും റെഡിയല്ലേ, സെറ്റല്ലേ എല്ലാവരും? യെസ്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് ഉഷാറായിട്ടിരിക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.